ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സാണ് ക്ലാസ്സസുകളെ കുറിച്ചിട്ടും ഒബ്ജക്റ്റുകളെ കുറിച്ചിട്ടുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണത്. സെക്കൻഡ് മോഡ്യൂൾ തന്നെ വരുന്നതാണ്. ജസ്റ്റ് മുമ്പ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോസൊക്കെ പാസ് ചെയ്യുന്നതെന്ന് കൂടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് നമ്മുടെ പേപ്പറിൻ്റെ പേര് ഊപ്പ് കൺസെപ്റ്റ് ത്രൂ C++. ആ ഊപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ആ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഒരു ആണിക്കല്ലാണ് ഈ ക്ലാസ്സുകളും ഒബ്ജക്റ്റുകളും. ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ഊപ്പ് കൺസെപ്റ്റിലേക്ക് കുറച്ചും കൂടി കയറുന്നത്. ഇതുവരെയൊക്കെ നിങ്ങൾ പഠിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ സിയിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ബേസിക്സ് ആണ്, അല്ലെങ്കിൽ സിയിലുള്ള അത് തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. സിയിലുള്ള പല കാര്യങ്ങൾ തന്നെയാണ്. ചിലത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി 90% സാധനങ്ങളും ഘടകങ്ങളും നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. സി എന്ന ലാംഗ്വേജിൽ നമ്മൾ ബേസിക് സിയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും വ്യത്യസ്തമായിട്ട് അതിലൊന്നും ഇല്ലാത്ത ഈ ഊപ്പ് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ് ക്ലാസ്സും ഒബ്ജക്റ്റും. അപ്പോൾ അതെന്താണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ്, എങ്ങനെയാണ് ക്ലാസ്സിന് ഉപയോഗിക്കുന്നത്, എന്താണ് ഒബ്ജക്റ്റിൻ്റെ പ്രാധാന്യം, ക്ലാസ്സിൻ്റെ അകത്ത് ക്ലാസ്സിലുള്ള സ്വാധീനം എന്താണ് ഒബ്ജക്റ്റിന്, അത്തരം ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ സിൻറ്റാക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഊപ്പ് കൺസെപ്റ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റുകളാണ് ഒബ്ജക്റ്റും ക്ലാസ്സുകളും. എന്താണെന്ന് അതിലേക്ക് പോവാം. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പാണ്. നിങ്ങൾക്കറിയാം യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് എന്താണെന്ന്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്സ്, അതിനാണ് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സ്. നമുക്കെന്ന് ഉദ്ദേശിച്ചാൽ പ്രോഗ്രാമർക്ക് പ്രോഗ്രാമറുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ ഒരു യൂസറുടെ ഇഷ്ടത്തിന് നിർമ്മിച്ചെടുക്കാവുന്ന ഡാറ്റ ടൈപ്പാണ് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ്. ഓക്കെ, ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക്, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അതൊക്കെ പറയുന്നത് എന്താണ്? ക്ലാസ്സാണ്. എ ക്ലാസ് ഈസ് എ വേ ടു ബൈൻഡ് ഡാറ്റ ആൻഡ് അസോസിയേറ്റ് ഫംഗ്ഷൻ ടുഗദർ. ക്ലാസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഡാറ്റയും ആ ഡാറ്റയെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഫങ്ഷൻസിനെയും ഒന്നിച്ച് നിർത്താനൊക്കെ ഉള്ള ഒരു വഴിയാണ് ക്ലാസ്. എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പറയിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇറ്റ് അലോസ് ഡാറ്റ ടു ബി ഹിഡൻ ഫ്രം എക്സ്റ്റേണൽ യൂസ്. പിന്നെ അതിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി എന്താ പറഞ്ഞാൽ ഹിഡൻ ചെയ്യും അതിൻ്റെ ഡാറ്റ. ക്ലാസ്സിൻ്റെ പ്രത്യേകിച്ച് ക്ലാസ്സിലുള്ള ഡാറ്റേനെ ക്ലാസ് എന്ത് ചെയ്യും? മറച്ചു പിടിക്കും. പുറത്തുനിന്നുള്ള ഉപയോഗമൊക്കെ തടുത്തുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും കയറി മേയാൻ പറ്റാത്ത രീതിയിൽ അതിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, എ ക്ലാസ് കണ്ടെയ്ൻസ് മെമ്പേഴ്സ് ലൈക്ക് ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻ. ഒരു ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതുമാത്രമാണോ? കൂടാതെ ബാക്കി പിന്നെ എന്തുണ്ടാവും? മെമ്പർ ഫങ്ഷൻസ്. അതിനകത്ത് കുറച്ച് ഫങ്ഷൻസ് ഉണ്ടാവും. ആ ഫംഗ്ഷൻ നമ്മൾ മെമ്പർ ഫംഗ്ഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ക്ലാസ്സിലുണ്ടാവുക. ഇതാ നോക്കുക, ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ n, എത്ര ഡാറ്റ വേണമെങ്കിലും ഉണ്ടാവും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ n, എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും ഉണ്ടാവാം. ഇത് രണ്ടും കൂടി കൂടിച്ചേരാനാണ് ഒരു ക്ലാസ്. ഓക്കെ, ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ചെറിയ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു, നിങ്ങളിതൊക്കെ കേട്ടു. നിങ്ങൾക്ക് ചിലർക്ക് ചിലതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, അവരൊക്കെ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ തുടക്കത്തിൽ ഇത്ര അറിയാം. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റൂമാണ് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മളെ ഈ പണപ്പെട്ടി പോലത്തെ വളരെ പ്രഷ്യസ് ആയിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതായത് ആർക്കും കൊടുക്കാതെ അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാവർക്കും കയറി എടുക്കാനൊന്നും കഴിയില്ല. നമ്മൾ എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ സാധാരണ പേഴ്സ് എന്നൊക്കെ നമ്മളൊരു സാധനം എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തീരും അല്ലേ? ഇപ്പോൾ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് നമുക്ക് ഇഷ്ടംപോലെ ചെയ്ത് പർച്ചേസൊക്കെ ചെയ്ത് വരുമ്പോഴൊക്കെ എന്തായി? അത് തീർന്നു പോകും, നമ്മൾ തന്നെയാണ് യൂസ് ചെയ്തെങ്കിൽ പോലും. പക്ഷേ ഇതൊരു നമ്മൾ പുരാണങ്ങളൊക്കെ കേട്ടില്ലേ, അക്ഷയഖനി പോലത്തെ ഒരു സാധനമാണ്. എത്ര എടുത്താലും തീരില്ല. എന്തുകൊണ്ട് എത്ര എടുത്താലും തീരില്ല? അങ്ങനത്തെ നമുക്ക് പിന്നെ പറയാം. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു പെട്ടി. ആ പെട്ടീൻ്റെ അടുത്ത് കുറേ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പറഞ്ഞാൽ എല്ലാവർക്കും കയറി ഉപയോഗിക്കാൻ പാടില്ല. അതിന് ചുമതലപ്പെട്ട ആൾക്കാർക്ക് ഉപയോഗിക്കാം. മനസ്സിലായി? അപ്പോൾ ആ പെട്ടി തുറന്നിട്ട് അവർക്ക് അത് യൂസ് ചെയ്തിട്ട് ഒക്കെ ചെയ്യാം.
അങ്ങനെ യൂസ് ചെയ്ത് വെച്ചിട്ട് ആ പെട്ടിയിലുള്ള സാധനങ്ങൾ കമ്മിയാവുമോ? ഇല്ല. ആ പെട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സംഗതി കുറയൊന്നുമില്ല. എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ, എത്ര കോപ്പി വേണമെങ്കിലും അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പെട്ടി. ക്ലാസ് എന്ന് പറഞ്ഞാലും അങ്ങനത്തെ ഒരു പെട്ടിയാണ്. ആ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താ? ആ പെട്ടീനുള്ളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇതേ കർലി ബ്രാക്കറ്റ് കണ്ടോ? ഇതാണ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ. ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? കുറേ ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ വേരിയബിൾസൊക്കെ തന്നെയാണ് ഉണ്ടാവുക. വേരിയബിൾസ് മാത്രമാണോ? അല്ല, മെമ്പർ ഫങ്ഷൻസ് ഉണ്ടാവും. മെമ്പർ എന്നൊക്കെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ്സിനകത്ത് എഴുതുന്നത് ക്ലാസ്സിൻ്റെ മെമ്പർ. അപ്പം നിങ്ങളെ മെമ്പർ പറയുമ്പോൾ നമ്മളെ വാർഡിൽ ഒരാൾ നിന്നിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അപ്പോൾ അതിനെ ആ വാർഡത്തെ ആളായോടെ അയാളെ മെമ്പർ എന്ന് വിളിക്കണം. അതിലത്തെ അംഗം അല്ലേ, ആ പഞ്ചായത്ത് അംഗം അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ അംഗമായോട് അയാൾ മെമ്പർ എന്ന് വിളിക്കണം. അതാണ് മെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഫങ്ഷൻ തന്നെ, സാധാ നമ്മളെ സമൂഹ ബ്രാക്കറ്റിലൊക്കെ ഉണ്ട് അതുപോലത്തെ ഫങ്ഷൻ തന്നെയാണ്. പിന്നെ എന്താ മെമ്പർ ഫംഗ്ഷൻ വിളിക്കുകയെന്ന് വെച്ചാൽ ക്ലാസ്സിൻ്റെ ഉള്ളിലായതുകൊണ്ട്, ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിൽക്കണോണ്ട്, ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ ഒരു മെമ്പർ ആയതുകൊണ്ടാണ് മെമ്പർ ഫംഗ്ഷൻ എന്നും മെമ്പർ വേരിയബിൾസ് അല്ലെങ്കിൽ ഡാറ്റ മെമ്പറൊക്കെ മെമ്പർ കൂട്ടി വിളിക്കുന്നത് അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിനകത്ത് ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ സാധാരണ വേരിയബിളും ഫംഗ്ഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾ നേരത്തെ കുറേ കണ്ടിട്ടുള്ളതാണ്. കുറേ വേരിയബിൾസ്, ഇൻറ്റീജറും ഫ്ലോട്ടൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ഫങ്ഷൻസും കുറേ കണ്ടിട്ടുണ്ട്, ഫങ്ഷൻ കോഡൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്താപ്പോൾ അതൊന്ന് വ്യത്യസ്തമായിട്ട് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി എടുത്തു വെക്കണോണ്ട് ഒരു പ്രത്യേകത ഉണ്ടെന്നൊക്കെ ചിലർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. ആ തോന്നൽ നല്ലതാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അക്ഷയഖനീൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് മറ്റോടത്തൊന്നുമില്ല. മറ്റോടത്ത് ഒരു തട്ടം വിളിച്ച് നമുക്ക് പിന്നൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. പിന്നെ നമുക്ക് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് എടുത്തേക്കായിരുന്നു വരില്ല. പബ്ലിക്കായിട്ട് തന്നെ മൈൻ ഫംഗ്ഷൻ്റെ പുറത്തൊക്കെ എഴുതുന്നതാണ്, എല്ലാവർക്കും കയറി എടുക്കുകയൊക്കെ ചെയ്യുക അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങളുണ്ട്, നിങ്ങൾക്ക് കണ്ട ഭാവിയിൽ മനസ്സിലാവും. അപ്പോൾ ഇത് ക്ലാസ്സിൻ്റെ ഒരു സിൻറ്റാക്സ് ആണ്. എങ്ങനെയാണ് ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് ക്ലിയറാക്കി എഴുതി പിടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു സിൻറ്റാക്സ് ആണ്, ഗ്രാമർ, അതിൻ്റെ ഒരു ചട്ടം. അതാണ് ഈ C++ൽ ഏതിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, എങ്ങനെയായിരിക്കും? ക്ലാസ് എന്നുള്ളൊരു കീവേഡ് നമ്മൾ ആദ്യം എഴുതും. അത് നമ്മൾ എഴുതി ക്ലാസ്, എന്നിട്ടൊരു സ്പേസ് ഇടും. എന്നിട്ട് എന്ത് ചെയ്തും? ക്ലാസ് നെയിം എഴുതും. ക്ലാസ്സിൻ്റെ പേര് എന്ത് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, മജ്ലിസ്ന്നോ അരുണെന്നോ എന്ത് വേണമെങ്കിൽ കൊടുത്തു, അത് കൊടുത്തു. കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മളതിൽ നമുക്ക് വേണ്ട വേരിയബിൾസ് ആ ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ മെമ്പർ ഡാറ്റ മെമ്പേഴ്സ് നമ്മൾ കൊടുത്തു. ദാറ്റ് മീൻസ് വേരിയബിൾസ് കൊടുത്തു. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വേണ്ട ഫങ്ഷൻസ് നമ്മൾ കൊടുത്തു, അതും നമ്മൾ കൊടുത്തു. കേർലി ബ്രാക്കറ്റ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഒരു സെമിക്കോളൻ ഇട്ടു. വളരെയധികം ശ്രദ്ധിക്കണം ഒരു സെമിക്കോളൻ. ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഈ സാധനം എഴുതി പിടിപ്പിച്ച് ഒരു മാർക്ക് പോലും നമുക്ക് കിട്ടില്ല. ഈ സെമിക്കോളൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെമിക്കോളൻ ഇട്ടു. ഇങ്ങനെയാണ് ഒരു ക്ലാസ്സിനെ നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ ആ ക്ലാസ് സ്പേസ് ക്ലാസ് നെയിം എന്നതിൽ അതിനെയാണ് ക്ലാസ് ഹെഡർ എന്ന് പറയുക. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിട്ടില്ലേ ഡാറ്റ മെമ്പേഴ്സ്, മെമ്പർ ഫങ്ഷൻസ് എല്ലാം കണ്ടില്ലേ, അതിനെയാണ് നമ്മൾ ക്ലാസ് ബോഡി എന്നും പറയുക. ഓക്കെ, എ ക്ലാസ് ഡെഫിനിഷൻ ആസ് 2 പാർട്ട്. അതായത് ക്ലാസ് ഡെഫിനിഷൻ 2 ഭാഗമുണ്ട്, ക്ലാസ് ഹെഡറും ക്ലാസ് ബോഡി. ഞാൻ കൂടുതൽ വിവരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഓക്കെ, ക്ലാസ് ബോഡി ഇറ്റ് കളക്ഷൻ ഓഫ് ഡാറ്റ മെമ്പേഴ്സ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്? ക്ലാസ് ഹെഡർ എന്താണെന്ന് പറയുക, ക്ലാസിൻ്റെ പേര് ഉൾപ്പെടുന്നതാണ് ക്ലാസ് ഹെഡർ. ക്ലാസ് ബോഡിയിൽ എന്ത് ഡാറ്റ മെമ്പർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? കളക്ഷൻ ഓഫ് മെമ്പർ ഫങ്ഷൻസ് ഉണ്ട്. മനസ്സിലായോ? പിന്നെ എ ലെവൽ ഓഫ് ആക്സസ് സ്പെസിഫയേഴ്സ് അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾസ്. എന്താണ് ഈ ആക്സസ് സ്പെസിഫയർ അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾ എന്നൊക്കെ നമുക്ക് പഠിക്കാം, അത് പ്രശ്നമില്ല, വരുന്നതിൽ നമുക്ക് മനസ്സിലാവും. ദ വേരിയബിൾ ഡിക്ലെയർ ഇൻ ദ ക്ലാസ് ഈസ് നോൺ ആസ് ഡാറ്റ മെമ്പർ. ആ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിൻ്റെയാണ് ഡാറ്റ മെമ്പർ നമ്മൾ വിളിക്കുന്നത്, നമുക്ക് ഓൾറെഡി അറിയാം. ദ ഫംഗ്ഷൻ ഡിക്ലെയർ ഇൻസൈഡ് ദ ക്ലാസ് ഈസ് നോൺ ആസ് മെമ്പർ ഫംഗ്ഷൻ. ഒരു ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതും നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, the data members and member functions inside the class together called members, class members. ഈ ഫങ്ഷൻസിനെ നമ്മൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ എഴുതുന്ന ഫങ്ഷൻസിനെ, ക്ലാസ്സിൻ്റെ ഉള്ളിൽ എഴുതുന്ന വേരിയബിൾസിനെ എല്ലാത്തിനും കൂടി കൂട്ടി പിടിച്ചിട്ട് ഒറ്റ വകുപ്പിൽ നമ്മൾ പറയുന്നതാണ് ക്ലാസ് മെമ്പേഴ്സ്. ഇവരൊക്കെ ക്ലാസ്സിൻ്റെ മെമ്പേഴ്സാണ്, ഇവരൊക്കെ ക്ലാസ്സിലുള്ള മെമ്പേഴ്സാണ്. സിമ്പിളല്ലേ? ഒരു എക്സാമ്പിൾ നോക്കൂ. ക്ലാസ് സ്പേസ് സ്റ്റുഡൻറ്റ്, കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻ്റർ റോൾ നമ്പർ, കാർ നെയിം 20, വോയിഡ് പ്രിൻ്റ് ഡാറ്റ. ഉണ്ടോ? 2 വേരിയബിളും ഒരു ഫങ്ഷനും എഴുതി. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഉണ്ടാക്കി. ക്ലാസ് എന്നുള്ള കീവേഡ് നിർബന്ധമാണ്. ക്ലാസ് സ്പേസ് ക്ലാസ് നെയിം അങ്ങനെ എഴുതാൻ പാടും. എന്നിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട വേരിയബിളും ഫങ്ഷൻസും ഒക്കെ എഴുതുന്നു. ഓക്കെ, അതിനുശേഷം ഇവർ പറയുന്നുണ്ട് ചില സമയത്ത് നമുക്ക് ക്ലാസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, സംടൈംസ് വി ഹാവ് എനി ഡാറ്റ മെമ്പേഴ്സ് ഓർ മെമ്പർ ഫങ്ഷൻസ് സച്ച് ക്ലാസ്സസ് ആർ കാൾഡ് എംപ്റ്റി ക്ലാസ്സസ്. ഇതിനുള്ളിലേ ഇങ്ങനെ വേരിയബിളും ഫങ്ഷനും നമ്മൾ എഴുതാതെ ഒരു ക്ലാസ് വെറുതെ
ഡിഫൈൻ ചെയ്തിട്ടാണെങ്കിൽ അതിനെന്താ പറയുക, എം ടി ക്ലാസ്സസ് എന്ന് പറയുക. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഇതുണ്ടോ ആക്സസ് സ്പെസിഫയേഴ്സ്, എ ലെവൽ ഓഫ് ആക്സസ് സ്പെസിഫയേഴ്സും ക്ലാസ്സിനുള്ളിൽ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചു. നമുക്കൊരു ഐഡിയ ഇല്ല എന്താ ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന്. നമുക്ക് നോക്കാം ആക്സസ് സ്പെസിഫയേഴ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, ആക്സസ് സ്പെസിഫയേഴ്സ് എന്താണെന്ന് അറിയണതിന് മുമ്പ് ഇത് 3 ഉണ്ട് നിങ്ങൾ അറിയണം. പബ്ലിക്കും പ്രൈവറ്റും പ്രൊട്ടക്റ്റഡും. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു സ്മെല്ല് കിട്ടിയിട്ടുണ്ടാവും. പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തലങ്ങളാണത്. ഡിഫറെൻറ്റ് ലെവൽസാണ്. നമുക്കൊരു ആ ക്ലാസ്സിനകത്തെ മെമ്പേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതിന് ഉള്ള ഡിഫറെൻറ്റ് ലെവേഴ്സാണ്, ലെവേഴ്സ് ഓഫ് ആക്സസിങ്. അതാണ് ശരിക്കും എന്ത്, ആക്സസ് സ്പെസിഫയേഴ്സ്. ഓക്കെ, ആക്സസ് സ്പെസിഫയേഴ്സ് അതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. ആക്സസ് സ്പെസിഫയേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ അവൈലബിലിറ്റി ഓഫ് ക്ലാസ് മെമ്പേഴ്സ്. ഈ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് പറയാം. അതിനകത്ത് എഴുതുന്ന വേരിയബിളും ഫങ്ഷൻസുമാണ് ക്ലാസ്സിനകത്ത്. ആ ക്ലാസ്സിനകത്ത് എഴുതുന്ന ഈ വേരിയബിൾസും അതുപോലെ തന്നെ ഫങ്ഷൻസും നമുക്ക് എത്രത്തോളം അവൈലബിൾ ആണ്, എത്രത്തോളം ഉപയോഗിക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്നതിൻ്റെ അതിൻ്റെ അവൈലബിലിറ്റിനെ തീരുമാനിക്കുന്ന ഘടകങ്ങളാണെന്ത്, ആക്സസ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മളെ മെമ്പർ ക്ലാസ്സിനകത്ത് എഴുതി പിടിച്ച സാധനങ്ങൾ നമുക്ക് എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ കിട്ടും, എപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ കിട്ടും എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് ആക്സസ് സ്പെസിഫയേഴ്സ്. ഇറ്റ് ഡിഫൈൻസ് ഹൗ ദ മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ് ക്യാൻ ബി ആക്സസ്ഡ്. ഇത് തീരുമാനിച്ചു തരും, ഇത് നിർവചിക്കും. എന്താണ് ഇത് നിർവചിക്കുന്നത്? ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സിനെ എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യണം, എങ്ങനെയൊക്കെ എടുത്തുപയോഗിക്കണം എന്നുള്ളത് ആര് പറഞ്ഞു തരും, ആര് വിവരിച്ചു തരും, ആര് നിശ്ചയിക്കും? ആക്സസ് സ്പെസിഫയർ നിശ്ചയിക്കും. അവർ പറയുന്ന പോലെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ആക്സസ് സ്പെസിഫയേഴ്സ് സെറ്റ് ദ ആക്സസിബിലിറ്റി ഓഫ് ദ ക്ലാസ് മെമ്പേഴ്സ്. ആ പറഞ്ഞ സാധനം തന്നെയാണ് പിന്നെയും വേറെ ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? പറഞ്ഞ കാര്യം തന്നെ. ആക്സസ് സ്പെസിഫയേഴ്സ് സെറ്റ് ഈ ക്ലാസ് മെമ്പേഴ്സിൻ്റെ ആക്സസിബിലിറ്റി സെറ്റ് ചെയ്യുന്ന ആരാണ്? ആക്സസ് സ്പെസിഫയേഴ്സ്. അതിനെ നേരത്തെ പറഞ്ഞതും. ഇനിയാണ് ഇപ്പോൾ ആക്സസ് സ്പെസിഫയർ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കയറി അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ക്ലാസ്സിനകത്തുള്ള സാധനങ്ങളൊക്കെ ചാടി കയറി ഉപയോഗിക്കാൻ പറ്റില്ല. അതിനുപയോഗിക്കാൻ അത് ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും, എപ്പോഴൊക്കെ കിട്ടും, എങ്ങനെയൊക്കെ കിട്ടും എന്നിവയെക്കുറിച്ചിട്ട് ഒരു സൂചന നൽകൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുന്നതാണ് ആര്? ആക്സസ് സ്പെസിഫയേഴ്സ്. 3 തരത്തിലുള്ള ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്. പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഉണ്ട്. പബ്ലിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളെ ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ സകല സാധനങ്ങൾ എന്താണ്, പബ്ലിക്കിന് അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്രൈവറ്റ് ഉണ്ട്, അത്ര കുറച്ച് ടൈറ്റാണ്, അങ്ങനെ കിട്ടില്ലല്ലേ. പ്രൈവറ്റായിട്ട് വല്ല മെമ്പേഴ്സിനെ നമ്മൾ അതിനകത്ത് ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ എന്താ പഠിക്കുന്നതിന് ജസ്റ്റ് പറഞ്ഞ് ഊഹിച്ച് നോക്ക്. പ്രൈവറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? വലിയ എളുപ്പമൊന്നുമാവില്ല, എല്ലാവർക്കും കയറി എടുക്കാനൊന്നും പറ്റില്ല, കുറച്ചൊക്കെ ഒരു ഇതുണ്ടാവും. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അതിന് എല്ലാവർക്കും കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഈ താഴത്തേക്ക് നോക്കാം, ഓരോന്ന് എന്തൊക്കെയാണെന്ന് അവർ കുറച്ചും കൂടി വിശദമാക്കി തരുന്നുണ്ട്. ആദ്യം തന്നെ പബ്ലിക് എന്താണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈവറ്റ് പഠിക്കാം, അത് താഴെ പിന്നെ പ്രൊട്ടക്റ്റഡും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റിനെ കുറിച്ച് വരും, ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടോ. നമുക്ക് പിന്നെ ഡിക്ലെയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, പബ്ലിക് എന്ന് പറഞ്ഞാൽ ആക്സസ് സ്പെസിഫയേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുകളാണ് ഈ ആക്സസ് സ്പെസിഫയേഴ്സ് പറയുന്നത്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. നേരത്തെ പഠിച്ച ക്ലാസിൻ്റെ ഡിക്ലറേഷൻ ഒക്കെ ചോദിക്കുന്നതാണ്. അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, ഐ എം ഷുവർ. അപ്പോൾ നിങ്ങൾ നോക്കുക, എന്താണ് പബ്ലിക് എന്ന് പറഞ്ഞാൽ all the class members declared under public will be available to everyone. പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സിനകത്ത് പബ്ലിക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനെയോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും വേരിയബിൾ ക്ലാസ്സിനകത്ത് നമ്മൾ പബ്ലിക് എന്ന ആക്സസ് സ്പെസിഫയർ ഉപയോഗിച്ചിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയൊക്കെ എല്ലാവർക്കും കിട്ടും. ഈ എല്ലാവരും എന്ന് പറയുന്നത് ആരാ? ആ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാവരും. ക്ലിയർ? അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് നോക്കുക, ദ ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻ ഡിക്ലെയർ പബ്ലിക് ക്യാൻ ബി ആക്സസ്ഡ് ബൈ അതർ ക്ലാസ് ടു. വേറെ ക്ലാസ്, നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കണം, ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഫയലിനകത്ത് ഇപ്പോൾ നിങ്ങൾ പഴയ ക്ലാസ്സിലൊക്കെ .c എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഫയലൊക്കെ സേവ് ചെയ്യുക. ഇത് .c++ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രോഗ്രാം നെയിം .c++cpp അങ്ങനെയായിരിക്കും നമ്മൾ ഫയൽ സേവ് ചെയ്യുക. മറ്റേ കഴിഞ്ഞ സംസ്ഥാനങ്ങൾക്ക് ബേസിക്സിൽ എങ്ങനെയാണ് നിങ്ങൾ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾ സം എന്ന് പറഞ്ഞൊരു ഫയലാണെങ്കിൽ സമ്മിനെ കുറിച്ചുള്ള ഫയലാണെങ്കിൽ സം.c അങ്ങനെയല്ലേ നിങ്ങൾ സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്യുന്ന ഒരു ഫയലിനകത്ത്, ഒരു പ്രോഗ്രാം ഫയലിനകത്ത് കണ്ടമാനം
ക്ലാസ് നമുക്ക് എഴുതാൻ പറ്റും. എത്ര ക്ലാസ്സുകൾ എഴുതാൻ പറ്റും? കുറേ കോഡുകളുണ്ടാവും. അതിനകത്തൊക്കെ ഏതൊക്കെ ക്ലാസ് ഉണ്ടോ എല്ലാ ക്ലാസ്സിലുള്ള ആൾക്കാർക്കൊക്കെ എന്തിനെ ആക്സസ് ചെയ്യാൻ പറ്റും? ഈ പബ്ലിക്കായിട്ട് നമ്മൾ ഏതെങ്കിലും ക്ലാസ്സിൻ്റെ അകത്ത് ഏതെങ്കിലും ഫംഗ്ഷനോ ഒരു വേരിയബിളോ നമ്മൾ പബ്ലിക്കായിട്ട് ആക്സസ് സ്പെസിഫയർ ഉപയോഗിച്ച് പബ്ലിക് എന്ന ആക്സസ് സ്പെസിഫയർ ഉപയോഗിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിനെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഫംഗ്ഷനെ നമുക്ക് ആ പ്രോഗ്രാമിനകത്ത് എല്ലാ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തുവിട്ട് ഉപയോഗിക്കാം. മനസ്സിലായോ? വേറെ വേറെ ക്ലാസ്സുകളിലും ഉപയോഗിക്കാം. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ദ പബ്ലിക് മെമ്പേഴ്സ് എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും. പ്രോഗ്രാം റൺ ചെയ്ത് വരുമ്പോൾ ഒരു ഫുൾ സൈസ് പ്രോഗ്രാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, നമ്മൾ ഈ പബ്ലിക് മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ് ക്യാൻ ബി ആക്സസ് ഫ്രം എനിവെയർ ഇൻ ദ പ്രോഗ്രാം യൂസിങ് ദ ഡയറക്റ്റ് മെമ്പർ ആക്സസ് ഓപ്പറേറ്റർ. ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം? ഡയറക്റ്റ് ആക്സസ് നേരിട്ട് ഉപയോഗിക്കാം പബ്ലിക്കായിട്ടുള്ള ആക്സസ് സ്പെസിഫയർ ഉപയോഗിച്ച മെമ്പേഴ്സിനെ. ഓക്കെ, വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഡോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാം. ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡോട്ട് നമുക്ക് വേണ്ട സാധനം എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറച്ചുകൂടി ക്ലാരിറ്റി ചെയ്യുക, നമുക്ക് മനസ്സിലാവും. അതൊക്കെ നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കി എവിടെ വേണമെങ്കിൽ കിട്ടും, എങ്ങനെ വേണമെങ്കിൽ കിട്ടും. എക്സാമ്പിൾ പറഞ്ഞു നോക്കുക. ക്ലാസ് പബ്ലിക് ക്ലാസ് ആയിട്ട് തന്നെ എടുത്തു. അതായത് പബ്ലിക് ഇന്ത്യയെ പബ്ലിക് 2 ഫുൾ കോൾഡ് കുത്ത് ഇന്ത്യയെ സെമിക്കോളൻ വോയിഡ് ഡിസ്പ്ലേ കണ്ടോ. പബ്ലിക്കായിട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഇട്ടുന്നത് കണ്ടോ. അപ്പോൾ അത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കിട്ടില്ലേ? കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് അതിൻ്റെ താഴത്തേക്കുള്ള എല്ലാം എന്താണ്? പബ്ലിക്കായിരിക്കും. പബ്ലിക്കിട്ട് 2 കുത്തിട്ടിട്ട് ഹെഡിങ് ഒക്കെ എഴുതുന്ന പോലെ നിങ്ങൾ എസ് ഒക്കെ എഴുതുമ്പോൾ ഹെഡിങ് എഴുതില്ല. ആ ഹെഡിങ്ങിന് താഴെ 2 വരട്ടിട്ട് എടുത്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ അടുത്ത ഹെഡിങ് വരെ വരുന്ന എന്താണ്? ആ പർട്ടിക്കുലർ ഹെഡിങ്ങിൽ എഴുതുന്ന ഉത്തരം തന്നെയാണ്. അങ്ങനെയല്ലേ നമ്മൾ എസ് ഒക്കെ എഴുതുക. 5-8 ഹെഡിങ് ഉണ്ടാവും. ഒരു ഹെഡിങ് എഴുതി അടിയിൽ ഒരു വരട്ട് എന്നിട്ട് താഴത്തെ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിങ് അടുത്ത ഹെഡിങ് ഏതുവരെ വരുമോ അതുവരെ എഴുതുന്നതെല്ലാം എന്താ? മുമ്പത്തെ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ അതുവരെ പബ്ലിക് ഇട്ടിട്ട് സെമിക്കോളൻ ഇട്ട് എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് അതിനകത്ത് എഴുതുന്നൊക്കെ പബ്ലിക് ആയിരിക്കും. പിന്നെ നമുക്ക് പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ഇട്ട് സെമിക്കോളൻ ഇട്ട് പിന്നെ അതിൻ്റെ അടിയിൽ എഴുതണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ പബ്ലിക് ഇട്ട് ഇപ്പോൾ ഇന്ത്യയും വോയിഡ് ഡിസ്പ്ലേ ഒക്കെ എന്താണ്? അതൊക്കെ പബ്ലിക്കായിട്ട് മാറി. ക്ലിയർ? ഇനി പ്രൈവറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ടൈറ്റാണ്. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ദ ക്ലാസ് മെമ്പേഴ്സ് ഡിക്ലെയർ ആസ് പ്രൈവറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി ബൈ ദ ഫംഗ്ഷൻ ഇൻസൈഡ് ദ ക്ലാസ്. മനസ്സിലാക്കിക്കോണം. നമ്മൾ പ്രൈവറ്റായിട്ട് ഒരു വേരിയബിളോ എന്തെങ്കിലും നമ്മൾ ഡാറ്റ വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്ത് വിചാരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനകത്ത് ആ ക്ലാസ്സിനകത്ത് നമ്മൾ ഫംഗ്ഷൻ എഴുതൂലോ. ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഫംഗ്ഷൻ ഇപ്പോൾ താഴത്ത് നോക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനുണ്ട്. ഇത് രണ്ടും എന്താ? ഒരു പ്രൈവറ്റ് ഇതിനകത്ത് രണ്ടും എന്താ? ഒരു ക്ലാസ്സിനകത്തുള്ളതാണ്. ഓക്കെ, ഒരു ക്ലാസ്സിനകത്തുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിനകത്ത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞത് പ്രൈവറ്റാണ്. മനസ്സിലായോ? പ്രൈവറ്റ് എന്നുള്ള ആക്സസ് സ്പെസിഫയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പോൾ ആ എ എന്ന് പറഞ്ഞ വേരിയബിളിനെ ഉപയോഗിക്കാൻ ക്ലാസ്സിന് പുറത്ത് പറ്റുമോ? ഇല്ല. ആ എ എന്ന് പറഞ്ഞ വേരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷന് മാത്രം. ആ ക്ലാസ്സിനകത്ത് ഏതെങ്കിലും ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ മെമ്പർ ഫംഗ്ഷൻ ആ ക്ലാസ്സിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു മെമ്പർ ഫംഗ്ഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പ്രൈവറ്റായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന മെമ്പർ വേരിയബിളിനെ അല്ലെങ്കിൽ വേരിയബിളിൻ്റെയൊക്കെ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന എന്തായിക്കോട്ടെ അതിനുപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഡിഫോൾട്ട് ക്ലാസ് മെമ്പേഴ്സ് ആർ പ്രൈവറ്റ്. നമ്മളിപ്പോൾ നേരത്തെ പബ്ലിക് എഴുതിയപ്പോൾ പബ്ലിക് എന്ന് എഴുതിയിട്ട് 2 കുത്തിട്ടു അല്ലേ. ഇവിടെ പ്രൈവറ്റ് എഴുതി. ഇനി ഒന്നും എഴുതിയില്ല വിചാരിക്കുക. പ്രൈവറ്റ് ഒന്നും എഴുതിയിട്ടില്ല, പബ്ലിക് ഒന്നും എഴുതിയിട്ടില്ല, പ്രൊട്ടക്റ്റഡ് എഴുതിയില്ല. 3 ആണല്ലോ ഉള്ളത്. ഒന്നും സൂചിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ? അത് ഏത് സ്വീകരിക്കും? അത് പ്രൈവറ്റ് ആയിരിക്കും. നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഏതാ യൂസ് ചെയ്യുക? പ്രൈവറ്റ് എന്നുള്ള ആക്സസ് സ്പെസിഫയർ ക്ലാസ് അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ പർട്ടിക്കുലറായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ മനസ്സിലാക്കണം നമ്മൾ? പ്രൈവറ്റ് എന്നുള്ളത് പ്രൈവറ്റ് എന്നുള്ളത് മനസ്സിലാവും. നിങ്ങൾ മാത്സിലൊക്കെ കണ്ടിട്ടില്ലേ? -5 +5 എന്നൊക്കെ നമ്മൾ എഴുതുമല്ലോ. ചിലപ്പോൾ 5 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 5 എന്ന് പറഞ്ഞാൽ എന്താ? +5 തന്നെയല്ലേ. +6 എന്ന് പറഞ്ഞാൽ എന്താണ്? +6 പോസിറ്റീവ് 6 തന്നെയല്ലേ. അത് പറയേണ്ട ആവശ്യമുണ്ടോ? 6 എന്ന് പറഞ്ഞാൽ തന്നെയാണ്. ഇപ്പോൾ +6 എന്നാണ്. പ്ലസ് എന്ന് സെപ്പറേറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ എന്താണ്? അത് 6 ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് പ്രൈവറ്റ് ആയിട്ടിരിക്കും. ഓക്കെ,
They are not allowed to access directly by any object or function outside the class. ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തൊടാൻ കഴിയില്ല പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിളിനെ. മാത്രമല്ല എന്താ, ഈ ക്ലാസ്സിന് പുറത്തുള്ള ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടും തൊടാൻ കഴിയില്ല ആരെ, ഈ ക്ലാസ്സിനകത്ത് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ എഴുതിയ വേരിയബിളിനെ. ആ വേരിയബിളിന് ആർക്ക് മാത്രമാണ് സ്വന്തം, ആ ക്ലാസ്സിനകത്തുള്ള ഫങ്ഷന് മാത്രമാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ആ വേരിയബിളിന് സ്വന്തം. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പ്രൊട്ടക്റ്റഡ് ആണ്. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്സസ് സ്പെസിഫയർ ആണ്. ഇഫ് മെമ്പേഴ്സ് ഇൻ എ ക്ലാസ് ആർ പ്രൊട്ടക്റ്റഡ്, ദ കനോട്ട് ബി ആക്സസ്ഡ് ഫ്രം ഔട്ട്സൈഡ് ദ ക്ലാസ് ബട്ട് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം ദ സബ് ക്ലാസ് ഓഫ് ദാറ്റ് ക്ലാസ്. എന്തൊക്കെയാണ് പറഞ്ഞു അല്ലേ? പ്രൊട്ടക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ പുറത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ ആ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സബ് ക്ലാസ് എന്ന് പറയുമ്പോഴൊക്കെ ഒരു സംശയം വരും, ഇതിവിടെ മനസ്സിലാവില്ല. ഇത് നമ്മൾ ഇൻഹെറിറ്റൻസ് ഒക്കെ പറഞ്ഞൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയറായി ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു പോർഷനിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ക്ലാസ്സിന് പുറത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, പബ്ലിക് പോലെ എല്ലാവർക്കും കയറി എടുക്കാൻ പറ്റില്ല, പക്ഷേ ആർക്ക് എടുക്കാം, ഒരു ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സിന് ഉപയോഗിക്കാം. അവരില്ലെങ്കിൽ ഒരു ക്ലാസ്സിനോട് ചേർന്ന് നിൽക്കുന്ന, അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സബ് ക്ലാസ്സിന് മാത്രമേ ആരും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രൊട്ടക്റ്റായിട്ട് നമ്മളൊരു ക്ലാസ്സിനകത്ത് എഴുതിയ വേരിയബിളിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയറായി വിചാരിക്കുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്, ഒബ്ജക്റ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ കുറേ പറഞ്ഞു, ഉപയോഗിക്കുക, എടുക്കുക, അതാക്കുക, ഇതാക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഒരു ക്ലാസ്സിനുള്ള സാധനം നമുക്ക് യൂസ് ചെയ്യാം, അക്ഷയകനെയാണ് എല്ലാവർക്കും ഉപയോഗിച്ച്. ഈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു കീ വേണ്ട, ഒരു താക്കോലുണ്ട് തുറന്നെടുക്കാൻ, ക്ലാസ് തുറന്നെടുക്കാൻ. ആ താക്കോലാണെന്ത്, ഒബ്ജക്റ്റ്. പക്ഷെ അതിനെ ടെക്നിക്കലായിട്ട് നമ്മൾ പറയുമ്പോൾ അൻ ഒബ്ജക്റ്റ് ഈസ് അൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ക്ലാസ്. ഒരു ക്ലാസ്സിൻ്റെ ഒരു സമയത്തുള്ള പ്രത്യേക പതിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ പ്രോഗ്രാമിൽ ഒരു ക്ലാസ് സ്പേസ്, ക്ലാസ് നെയിം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്ലാസ്സിനകത്തുള്ള മെമ്പർ വേരിയബിൾസ് എഴുതി, മെമ്പർ ഫങ്ഷൻസ് എഴുതി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. ഇത്രയും പ്രവൃത്തി ചെയ്യുമ്പോൾ മെമ്മറീനെ തൊടുന്നില്ല. നമ്മളെ കമ്പ്യൂട്ടർ നമ്മളെ പ്രോഗ്രാം മെമ്മറിയിൽ ഇത് ഇത് ഒന്നും എടുക്കുന്നില്ല. അതായത് ഈ മെമ്മറി അലോട്ട് ചെയ്യണില്ല. ഇത്രയും നമ്മൾ ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയ ഈ കോഡിന് വേണ്ടിയിട്ട് നമ്മളെ മെമ്മറി ഇത് എടുക്കുന്നേ ഇല്ല. അവിടെ ഉണ്ടെന്നുള്ളൂ, വായുവിൽ എഴുതിയ എഫക്റ്റാണ്. നമ്മൾ എവിടെയും മെമ്മറീനെ അത് എടുക്കുന്നില്ല. വെൻ ഇറ്റ്സ് ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് ദെൻ മെമ്മറി ഈസ് അലോക്കേറ്റഡ്. എപ്പോഴാണോ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണത്, എപ്പോഴാണോ ആ ക്ലാസ് ഉപയോഗിക്കാൻ നിശ്ചയിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പം മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, മെമ്മറി അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ക്ലാസ് സ്പേസ്, ക്ലാസ് നെയിം, കർലി ബ്രാക്കറ്റൊക്കെ എഴുതി നമ്മൾ ക്ലാസ് ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെച്ചു. ഒരു കുഴപ്പമില്ല, മെമ്മറിക്ക് ബാധിക്കുന്നേയില്ല അല്ലേ? മെമ്മറീനെ എടുക്കുന്നേ ഇല്ല, കാരണം അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്റ്റ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്താ, ആ ക്ലാസ്സിനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ക്ലാസ്സിനെ ആക്സസ് അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഒരു ക്ലാസ്സിന് വേണ്ടി എപ്പോഴാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് അപ്പോൾ മാത്രമേ മെമ്മറിയിൽ എന്ത് തൊടുന്നുള്ളൂ. മനസ്സിലായോ? ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു മെമ്മറിയിലൊരു സ്പേസ് തൊടുന്നുള്ളൂ. നല്ലൊരു പ്ലസ് പോയിൻ്റ് അല്ല. അനാവശ്യമായിട്ട് കുറേ ക്ലാസ്സൊക്കെ എഴുതി വെച്ചിട്ട് ഇത് മെമ്മറി ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല. എപ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, ആ മെമ്മറി യൂസ് ചെയ്യുന്നുള്ളൂ. നല്ലൊരു കൺസെപ്റ്റാണത്. കുറച്ചും കൂടി നല്ല നിങ്ങൾ ചിന്തിച്ച് നോക്കി മനസ്സിലാവും. മറ്റേതങ്ങനെയല്ല, നമ്മളൊരു റോഡിൽ എന്തൊക്കെ എഴുതി വയ്ക്കണോ അതിനൊക്കെ മെമ്മറി കൊടുക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മെമ്മറി കൊടുക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചു, ഫംഗ്ഷനൊക്കെ മെമ്മറി എടുക്കില്ലേ, അത് ഫംഗ്ഷൻ കോൾ ചെയ്താലെങ്കിൽ ആ മെമ്മറി ഡിഫൈൻ ചെയ്യുന്ന പറ്റി ചോദിക്കും. പക്ഷെ ക്ലാസ്സിന് അതില്ല. അപ്പോൾ എന്താ കുറച്ചും കൂടി നല്ലതാണ് അല്ലേ, കുറച്ചും കൂടി ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. നോക്കാം നമുക്ക്. Once a class has been created, we can create object of that class by using class name. എങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ക്ലാസ്സിൽ മെമ്മറി ഒക്കെ എടുക്കുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അതൊക്കെ മനസ്സിലായി. ഇനി ഒബ്ജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, അതിനൊരു സിൻറ്റാക്സ് ഉണ്ട്, അതിനൊരു നിയമമുണ്ട്. തോന്നിയ പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടാക്കുക, ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ പേര് മജ്ലിസ് എന്നാ വിചാരിക്കുകയെ, ഞാൻ
ക്ലാസ് നെയിം ദാറ്റ് ഈസ് എന്താ പറയുക, നമ്മൾ ക്ലാസ് നെയിം എന്താ മജ്ലിസ്, സ്പേസ് ഇടുക, എന്നിട്ട് നമ്മൾ ഒബ്ജക്റ്റിന് വേണ്ട പേര് എഴുതുക. എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. യു ക്യാൻ കാൾ ഇറ്റ് ആസ് OBJ എന്നുള്ള പേര് കൊടുക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മലപ്പുറം എന്നുള്ള പേര് കൊടുക്കണം ഒബ്ജക്റ്റിന്, കൊടുക്കാം. മജ്ലിസ് സ്പേസ് മലപ്പുറം. അപ്പോൾ മലപ്പുറം എന്നുള്ളത് എന്താണ്, മജ്ലിസിൻ്റെ ഒരു ഒബ്ജക്റ്റായി മാറുന്നു. അങ്ങനെ നമ്മൾ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ മെമ്മറി എടുക്കുന്നുള്ളൂ. ഈ മെമ്മറീൻ്റെ കാര്യമൊക്കെ നമ്മളിങ്ങനെ ബേസിക്സ് പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓർമ്മയിൽ വരണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും വലിയൊരു പ്രോഗ്രാമും സോഫ്റ്റ്വെയർ നിങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്ലീൻ ആയിട്ട് ഉണ്ടാക്കാം. അധികം മെമ്മറി യൂസ് ചെയ്യാതെ ഉണ്ടാക്കുമ്പോഴാണ് എന്തുണ്ടാവുക, ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ, നല്ല ക്ലീൻ കോഡുകൾ നമുക്ക് കിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. പക്ഷേ കടന്നു കഴിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, മെമ്മറിയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. The data members and member function of the class can be accessed with the dot operator with object name. ഒബ്ജക്റ്റ് നെയിമിനോട് കൂടി ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ക്ലാസ്സിനകത്തുള്ള വേരിയബിളിനെയും ഫങ്ഷൻസിനെയും ഒക്കെ യൂസ് ചെയ്യാം. അത് കൊള്ളാലോ. അങ്ങനെ വേണ്ടിയിട്ടല്ലേ ഒബ്ജക്റ്റ് ഉണ്ടാക്കണത്. ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെന്ന് എന്തിനാ, ക്ലാസ്സിനകത്തുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ പറഞ്ഞു ക്ലാസ് എല്ലാവർക്കും വെട്ടി തുറന്നിട്ടിരിക്കുകയല്ല, അടച്ചിരിക്കുകയാണ്, എല്ലാവർക്കും കയറി ഉപയോഗിക്കാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ ക്ലാസ്സിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒബ്ജക്റ്റ് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ക്ലാസ്സിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയുക, ഒരു പതിപ്പ് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബേസിക്സ് ആയിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താ, ടൈമിൻ്റെ മെമ്മറിയോടുള്ള ഗുണങ്ങൾ മനസ്സിലായി. ഇനി അത് മാത്രമല്ല പല പല ഗുണങ്ങളുണ്ട്. പിന്നെ കുറച്ചും കൂടി ഡാറ്റയ്ക്ക് പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആക്സസ് ഫെയർ ഉപയോഗിച്ചിട്ടും പബ്ലിക് ആക്സസ് ഫെയർ ഉപയോഗിച്ചിട്ടും സ്പെസിഫയർ ഉപയോഗിച്ചിട്ടും ആൻഡ് ഓൾസോ പ്രൊട്ടക്റ്റഡ് ആക്സസ് ഫെയർ ഉപയോഗിച്ചിട്ടൊക്കെ. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് ഇനി എടുക്കലൊക്കെ എങ്ങനെയെന്ന് മനസ്സിലാവേണ്ട, ഓരോ ഫംഗ്ഷൻ എങ്ങനെ എടുക്കുക, വേരിയബിൾ എങ്ങനെ എടുക്കുക, അങ്ങനെയൊക്കെ ഉപയോഗിക്കുക, അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.